welcome back to my channel. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ക്രുവൽറ്റി ഫ്രീ ആയിട്ടുള്ള സ്കിൻ കെയർ ആൻഡ് മേക്കപ്പ് ആൻഡ് ആനിമൽസിൽ ടെസ്റ്റ് ചെയ്യുന്ന നോട്ട് സോ ക്രുവൽറ്റി ഫ്രീ ആയിട്ടുള്ള ആനിമൽസിൽ ടെസ്റ്റ് ചെയ്യുന്ന മേക്കപ്പ് ആൻഡ് സ്കിൻ കെയർ ബ്രാൻഡുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. ഇതൊരു ഇൻഫർമേഷണൽ വീഡിയോ മാത്രമാണ്. പക്ഷെ അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതെങ്കിൽ ഞാൻ രമ്യ ഹരിശങ്കർ. സബ്സ്ക്രൈബ് ചെയ്യൂ. ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോസൊക്കെ ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതിൽ ഓൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്യൂ. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ എല്ലാ ആഴ്ചയും 2 വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. ബുധനാഴ്ചയും ശനിയാഴ്ചയും രാത്രി 7:15 കൃത്യമായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ ആഴ്ചയിൽ 2 വീഡിയോസ് ഉണ്ട്. അപ്പം അതിൽ ഓൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. ചുറ്റും കൺസ്ട്രക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സോ പ്ലീസ് എക്സ്ക്യൂസ് ദാറ്റ്. ഞാൻ പറഞ്ഞ പോലെ ഇന്നത്തെ വീഡിയോ ഒരു മേക്കപ്പ് ആൻഡ് സ്കിൻ കെയർ ആനിമൽസിൽ ടെസ്റ്റ് ചെയ്യുന്നതും ക്രുവൽറ്റി ഫ്രീ ആയിട്ടുള്ള ബ്രാൻഡുകളും ഏതൊക്കെയാണെന്നുള്ളതാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. പക്ഷേ ഇതൊരു ഇൻഫർമേഷണൽ വീഡിയോ ആയിട്ട് മാത്രം വിചാരിക്കുക. ഇവിടെ ആരും ജഡ്ജ് ചെയ്യുന്നില്ല. കാരണം ഞാൻ ഇതുവരെ ക്രുവൽറ്റി ഫ്രീ ബ്രാൻഡുകൾ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ എന്ന് ഞാൻ ഇവിടെ അവകാശപ്പെടുന്നില്ല. കാരണം ഞാൻ ആനിമൽ ടെസ്റ്റഡ് പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് മുഴുവനായിട്ടുള്ള ക്രുവൽറ്റി ഫ്രീ ബ്രാൻഡുകൾ ഓപ്റ്റ് ചെയ്യണമെങ്കിൽ ഇറ്റ്സ് ഗുഡ്, കീപ്പ് ഇറ്റ് അപ്പ്. നിങ്ങൾ എന്തായാലും അത് ചെയ്തോളൂ. സോ നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം ക്രുവൽറ്റി ഫ്രീ ബ്രാൻഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക പ്രോഡക്റ്റുകളും നമ്മുടെ മാർക്കറ്റിൽ ഇറങ്ങുന്നതിന് മുന്നേ ആനിമൽസിൽ ടെസ്റ്റ് ചെയ്ത് നോക്കും. കാരണം നമുക്ക് ഇത് യൂസ് ചെയ്യാൻ, മനുഷ്യന്മാരിൽ ഇത് യൂസ് ചെയ്യാൻ സേഫ് ആണോ എന്നറിയാൻ വേണ്ടി മിക്ക മേക്കപ്പ് ആയാലും സ്കിൻ കെയർ ആയാലും ആനിമൽസിൽ ആദ്യം ടെസ്റ്റ് ചെയ്ത് നോക്കും. അവിടെ അലർജി ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു അവരുടെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കയ്യിൽ പ്രൊഡക്റ്റ് എത്തും. സോ ആനിമൽസിനത് ക്രുവലാണ്, അവരെ ഉപദ്രവിക്കുന്ന പരിപാടിയാണ്. അതുകൊണ്ടാണ് മിക്ക ബ്രാൻഡുകളും ഇപ്പോൾ ക്രുവൽറ്റി ഫ്രീ എന്നുള്ളത് ഓപ്റ്റ് ചെയ്ത് വരുന്നത്. ഇപ്പോൾ ഒരുപാട് ബ്രാൻഡ് ക്രുവൽറ്റി ഫ്രീ ഓപ്റ്റ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷേ ഞാൻ ആനിമൽ ടെസ്റ്റഡ് ബ്രാൻഡുകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ചപ്പോൾ ഞെട്ടിയിട്ടിരിക്കുകയാണ്. കാരണം ഇത്രയും കാലങ്ങളോളം നമ്മൾ യൂസ് ചെയ്യുന്ന മിക്ക പ്രോഡക്റ്റുകളും ആനിമൽ ടെസ്റ്റഡ് പ്രോഡക്റ്റുകളാണ് എന്നുള്ളത് മനസ്സിലായി. പിന്നെ ഇതിനൊരു കറക്റ്റായിട്ടുള്ളൊരു ഡെഫിനീഷനൊന്നുമില്ല. കാരണം മിക്ക പ്രോഡക്റ്റുകളും ക്രുവൽറ്റി ഫ്രീ എന്ന് പറഞ്ഞ് ലേബൽ ചെയ്ത് വരുന്ന സമയത്തും അവർ യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽസ് ചിലപ്പോൾ ക്രുവൽറ്റി ഫ്രീ ആയിരിക്കില്ല, ആനിമൽ ടെസ്റ്റഡ് റോ മെറ്റീരിയൽസ് ആയിരിക്കും. സോ അങ്ങനെ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. എന്നാലും ഏകദേശം ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന മിക്ക പ്രോഡക്റ്റുകളും വീഗൻ ക്രുവൽറ്റി ഫ്രീ പ്രോഡക്റ്റുകളൊക്കെ ഇറക്കുന്നുണ്ട്. അതിനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഇപ്പോൾ ആൾക്കാരെ കണ്ടുപിടിച്ച് വരുന്നുണ്ട്. സോ ഇതാണ് ക്രുവൽറ്റി ഫ്രീ ബ്രാൻഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ആനിമൽ ടെസ്റ്റഡ് പ്രോഡക്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളൊരു ജനറൽ ഐഡിയ കിട്ടിയിട്ടുണ്ടാകും, നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. എന്നാലും അപ്പോൾ ആദ്യം ഞാൻ ആനിമൽ ടെസ്റ്റഡ് പ്രോഡക്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് പറയാം. അതിനുശേഷം ക്രുവൽറ്റി ഫ്രീ പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ ബ്രാൻഡുകൾ ഏതാണെന്നുള്ളത് പറയാം. നിങ്ങൾ കേട്ടാൽ ഞെട്ടും. ആദ്യം ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ കുട്ടിയായിരുന്നപ്പോൾ തൊട്ട് ഞാൻ യൂസ് ചെയ്ത പ്രോഡക്റ്റുകളൊക്കെയാണ്. ഒന്ന് നമ്മുടെ പോൺസ് ആസ് എ ബ്രാൻഡ്. പോൺസ് ആനിമൽ ടെസ്റ്റഡ് ബ്രാൻഡാണ്. ഗാർണിയർ, ഡോവ്, ന്യൂട്രിജീന. പിന്നെ എൻ്റെ ഫേവറേറ്റ് ഇപ്പോൾ ഒരു വർഷം മുന്നേ വരെ ഞാനിപ്പോൾ വേറെ പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് തൽക്കാലം മാറ്റി വെച്ചതാണ്, ട്രെസമേയുടെ ഷാംപൂ ആൻഡ് കണ്ടീഷണർ ആനിമൽ ടെസ്റ്റഡ് ആണ്. ഷാംപൂ ആൻഡ് കണ്ടീഷണർ എന്നുള്ളതല്ല ഞാൻ പറയുന്നത്, ആസ് എ ബ്രാൻഡ് ട്രെസമേ എന്ന് പറയുന്ന ബ്രാൻഡ് ആനിമൽ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന മേബിലൈൻ, ലോറിയൽ, പിന്നെ ഹൈ എൻഡ് ബ്രാൻഡായിട്ടുള്ള നാർസ്, മേക്കപ്പ് ഫോർ എവർ, ബോബി ബ്രൗൺ, മാക്സ് ഫാക്ടർ, എസ്റ്റീ ലോഡർ, റിമൽ, ഷനീൽ. എൻ്റെ ഫേവറേറ്റ് ബ്രാൻഡാണ്, അറിയാലോ നിങ്ങൾക്ക്, മാക്ക് ആനിമൽ ടെസ്റ്റഡ്. അത് പക്ഷേ എല്ലാം ഫേമസ് ആണ്, മിക്ക ആൾക്കാർക്കും അറിയുന്നതുമാണ് ആനിമൽ ടെസ്റ്റഡ് ആണ് എന്നുള്ളത്. മാക്ക് ആനിമൽ ടെസ്റ്റഡ് ബ്രാൻഡാണ്, ടെസ്റ്റ് ചെയ്തിട്ടാണ് അവർ മാർക്കറ്റിലേക്ക് ഇറക്കുന്നത്. റെവ്ലോൺ, ബോർജോർ, അത് തന്നെയാണെന്ന് തോന്നുന്നു പ്രൊണൗൺസിയേഷൻ. പിന്നെ ബെനഫിറ്റ്, ക്ലിനിക്ക്, ന്യൂട്രിജീന, ഷനീൽ, അർമാനിയ, ഷെഷേഡിയോ,
സഫോറ, ഡിയോർ, ലാൻകോം, ഇതൊക്കെ കുറച്ച് ഹൈ എൻഡും ഞാൻ മിക്സ്ഡ് ആയിട്ടാണ് പറയുന്നത്. ഇതെല്ലാം ആനിമൽ ടെസ്റ്റഡ് ബ്രാൻഡുകളാണ്. ഇനി ക്രുവൽറ്റി ഫ്രീ ആയിട്ടുള്ള ബ്രാൻഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ്, 2 ബ്രാൻഡ്. ഒന്ന് കെ ബ്യൂട്ടി, കത്രീന കൈഫിൻ്റെ ബ്രാൻഡാണ് കെ ബ്യൂട്ടി മേക്കപ്പിൻ്റെ. അവർ ഫുള്ളി ക്രുവൽറ്റി ഫ്രീ ആൻഡ് വീഗൻ ആണ്. അതേമാതിരി ഡോട്ടേഴ്സ് എർത്ത് എന്ന് പറയുന്ന ബ്രാൻഡ് കംപ്ലീറ്റ്ലി ക്രുവൽറ്റി ഫ്രീ ആണ്. നമ്മുടെ വെറ്റ് ആൻഡ് വൈൽഡ് കംപ്ലീറ്റ്ലി ക്രുവൽറ്റി ഫ്രീ ആണ്. ഷുഗർ ക്രുവൽറ്റി ഫ്രീ ആണ്. LA ഗേൾ, നിക്സ്, ഹുഡ ബ്യൂട്ടി, കവർ ഗേൾ ഇപ്പോൾ റീസെൻ്റ്ലി ക്രുവൽറ്റി ഫ്രീ ആയതാണ്. ഇതിന് മുന്നേ ആനിമൽ ടെസ്റ്റഡ് ബ്രാൻഡ് ആയിരുന്നു കവർ ഗേൾ. സ്മാഷ് ബോക്സ് ക്രുവൽറ്റി ഫ്രീ ആണ്. നിക്സ്, ടാർട്ടിൻ്റെ കൺസീലർ എൻ്റെ ഫേവറേറ്റ് കൺസീലറാണ്. അതേമാതിരി നമ്മുടെ ഹുഡ ബ്യൂട്ടി, പിന്നെ കളർ ബാർ, ലോട്ടസ്, ഷുഗർ. പിന്നെ ഞാൻ യൂസ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഒരു ബ്രാൻഡാണ് ഇബ ഹലാൽ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ്. ഒരുപാട് പേര് പ്രൊമോട്ട് ചെയ്യുന്നത് കണ്ടു. അവരും ക്രുവൽറ്റി ഫ്രീ ആണ്. പിന്നെ ഫേസസ് കാനഡ, റൂബി ഓർഗാനിക്സ്, മൈ ഗ്ലാം എന്ന് പറയുന്ന ഒരു ബ്രാൻഡല്ലേ, അവരുടെ ലിപ്സ്റ്റിക്സ് ഒക്കെ ഭയങ്കര ഫേമസ് ആണ്. ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ്. അവർ ക്രുവൽറ്റി ഫ്രീ ആണ്. പിന്നെ സോൾ ഫ്രീ, ഡിസ്കൈസ് കോസ്മെറ്റിക്സ്, ബെല്ലെ വോസ്റ്റേ, ബ്ലൂ ഹെവൻ ക്രുവൽറ്റി ഫ്രീ ആണ്. കീരോ ബ്യൂട്ടി ക്രുവൽറ്റി ഫ്രീ ആണ്. നിയോർ, ബോസ് ലേഡി കോസ്മെറ്റിക്സ്, വോക്ക് ബ്യൂട്ടി എന്ന് പറയുന്ന ബ്രാൻഡുകളെല്ലാം ക്രുവൽറ്റി ഫ്രീ ആണ്. നമ്മുടെ സേഫ്റ്റിക്കും കൂടിയാണ് ഈ ആനിമൽ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതും മനസ്സിൽ വയ്ക്കുക. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. ബൈ ബൈ.